ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു കാര്യമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ ടെൻഷനുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എനിക്കപ്പോൾ ഇന്നലെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇഡ്ഡലി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സാമ്പാറും ഇന്നലെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഇന്ന് വലിയ ടെൻഷനില്ല. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് അരി വേവിക്കാനായിട്ട് വെക്കും കേട്ടോ. കാരണം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സൈഡിൽ എല്ലാ ജോലികളും ചെയ്യാമല്ലോ. പിന്നെ മാത്രമല്ല അരി വേവിക്കാൻ വെക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെയാണ് ഈ മുട്ട പുഴുങ്ങിയെടുക്കുന്നതും. അതെനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാനിന്ന് ഉരുളൻകിഴങ്ങ് മെഴുക്ക് പറ്റി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മെഴുക്ക് പറ്റിയാണ്. അപ്പോൾ ചാറായിട്ട് ഞാനിന്ന് പ്രത്യേകിച്ച് ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പച്ചപ്പുളി രസം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് വൈറലായൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് അടുപ്പോ കാര്യങ്ങളൊന്നും കത്തിക്കണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വെച്ച് മെഴുക്ക് പറ്റിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കേട്ടോ. എനിക്കിങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ പരീക്ഷിക്കാനായിട്ട് ഇഷ്ടമാണ്. കാരണം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കറിവേപ്പിലൊക്കെ എടുത്ത് കറിയൊക്കെ വെച്ചു. അങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്തു. ഫുഡിന് കൂടെ ഞാനിന്ന് വെജീസിൽ കുറച്ച് കുക്കുമ്പറും ക്യാരറ്റാണ് കേട്ടോ ആഡ് ചെയ്തത്. പിന്നെ ഒരു എഗ്ഗും വെച്ചായിരുന്നു. ഇതാണ് കേട്ടോ പച്ചപ്പുളി രസം. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഐസ് വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.